നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകത്തിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് അന്വേഷണ സംഘം. തൃശൂർ മാളയിൽ നിന്ന് പിടിയിലായ പ്രതി അമിത് ഒറാങ് 1.5 മണിക്കൂറിനുള്ളിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രി ഓട്ടോറിക്ഷയിൽ തിരുവാതുക്കൽ ജംഗ്ഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് നടന്നാണ് ശ്രീവത്സം വീട്ടിലെത്തിയത്. വീടിനു മുന്നിലെ ചെറിയ ഗേറ്റ് ചാടിക്കടന്ന് മതിൽക്കെട്ടിനുള്ളിലെത്തി. 2 ജനലുകളും നടുക്ക് പ്രധാന വാതിലുമുള്ള യൂണിറ്റാണ് ശ്രീവത്സം വീട്ടിലേത്. ഇതിൽ ഒരു ജനാലയുടെ കൊളുത്തിന്റെ ഭാഗത്ത് തടിയിൽ ഹാൻഡ്രിൽ ഉപയോഗിച്ച് ചെറു ദ്വാരമുണ്ടാക്കി. ദ്വാരത്തിലൂടെ ഏതോ ഉപകരണം കടത്തി ജനലിന്റെ കുറ്റിയെടുത്ത് ജനൽ തുറന്നു. ജനലിൽ കയറി നിന്ന് ഉള്ളിലേക്ക് കൈയിട്ട് മുൻവാതിലിന്റെ മുകൾ വശത്തെ കുറ്റിയും എടുത്തു. പ്രധാന വാതിലിന് സാധാരണ ഒരു കുറ്റി മാത്രമേ ഇടാറുള്ളൂവെന്ന് പ്രതിക്ക് അറിയാമായിരുന്നു. ഇതോടെ വാതിൽ തുറന്ന് അകത്തു കയറി. പിന്നീട് നടന്നത് ദാരുണ കൊലപാതകങ്ങൾ. ആദ്യം കൊലപ്പെടുത്തിയത് വിജയകുമാറിനെ. നെഞ്ചിൽ കയറിയിരുന്ന മുഖത്ത് കോടാലി കൊണ്ട് ഒട്ടേറെ തവണ വെട്ടി. തുടർന്നാണ് ഡോക്ടർ മീരെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം CCTVയുടെ DVRും വിജയകുമാറിന്റെ ഫോണുകളും കൈവശപ്പെടുത്തി. കൊല നടത്താൻ ഉപയോഗിച്ച കോടാലി വീടിന് പരിസരത്തെ വർക്ക് ഏരിയയിൽ നിന്നാണ് എടുത്തതെന്ന് അമിത് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടപ്പിലാക്കിയ ശേഷം കോടാലി മീരയുടെ മൃതദേഹത്തിന് സമീപം ഉപേക്ഷിച്ചു. ഇരുവരെയും ഉറക്കത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് അമിത് പറഞ്ഞു. മൃതദേഹത്തിന് സമീപത്തു നിന്നാണ് പല തെളിവുകളും കണ്ടെത്തിയത്. വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ച പ്രതി ഇക്കാര്യങ്ങൾ വിവരിച്ചു നൽകുകയായിരുന്നു. പ്രതിയുമായി വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ സമീപത്തെ തോടുകളിലും പരിശോധന നടത്തിയിരുന്നു. DVR മോഷ്ടിച്ചതിൽ ഒരു മൊബൈൽ ഫോണും ഇങ്ങനെയാണ് കണ്ടെത്തിയത്. വീടിന് 500 മീറ്റർ അകലെ പള്ളിക്കോണം തോട്ടിലെ വെഞ്ചാപ്പള്ളി കടവ് പാലം ഭാഗത്തു നിന്നാണ് DVRും ഇവിടെ നിന്ന് 300 മീറ്റർ അകലെ അറുത്തൂട്ടി തോട്ടിൽ നിന്ന് മൊബൈൽ ഫോണും കണ്ടെത്തിയത്. ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഭ്രമം തന്നെയാണ് ഇയാൾക്ക് കുരുക്കായി മാറിയത്. ഇൻസ്റ്റാഗ്രാം തുറക്കാനുള്ള തത്രപ്പാടാണ് പോലീസിനെ പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താനായി സഹായിച്ചത്. ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് ട്രാക്ക് ചെയ്ത് പോലീസ് തന്നെ കണ്ടെത്താതിരിക്കാൻ അമിത് ശ്രമിച്ചിരുന്നു. സ്വന്തം ഫോണിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് ഗൂഗിൾ അക്കൗണ്ട് ഫോണിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇതിനുശേഷം സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി. എന്നാൽ ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള അമിത്തിന്റെ ശ്രമം പോലീസ് സൈബർ വിങ് മനസ്സിലാക്കി. അങ്ങനെ പ്രതിയുടെ ലൊക്കേഷൻ വിവരം കണ്ടെത്തി. അതാണ് പ്രതിയെ കുടുക്കാനിടയാക്കിയത്. സിം ഊരിമാറ്റി പ്രവർത്തനരഹിതമായ സിമ്മാണ് അമിത് ഫോണിൽ ഇട്ടിരുന്നത്. സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മനസ്സിലാക്കിയ പോലീസ് ഇത് കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തി. മനോജ് ഉറാങ് 05 എന്ന പേരിലുള്ള അക്കൗണ്ടാണ് പ്രതിയുടേത്. പ്രൈവറ്റ് അക്കൗണ്ടായ ഇതിന്റെ പേര് 7 തവണയാണ് മാറ്റിയിട്ടുള്ളത്. 62 പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. 1802 ഫോളോവേഴ്സുമുണ്ട്. 2060 പേരെ പിന്തുടരുന്നുമുണ്ട്. പ്രതിയുടെ പക്കൽ നിന്ന് 8 സിം കാർഡുകളും 5 മൊബൈൽ ഫോണുകളുമാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതിയിലേക്ക് പോലീസ് എത്തിയത് ഇങ്ങനെയാണ്. ഇരട്ട കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിൽ പ്രതി തൃശൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവുകയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 12നും 1 മണിക്കുമിടയിൽ പ്രതി അമിത് ഉറാങ് തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ഇരട്ട കൊലപാതകം നടത്തുന്നു. 1:30 വീടിനടുത്തുള്ള മുഞ്ഞനാട്ടുകര പാലത്തിന് സമീപത്തെ പള്ളിക്കോണം തൊട്ടിൽ CCTV ദൃശ്യങ്ങളടങ്ങിയ DVR എറിഞ്ഞു. 2 മണിക്ക് ശ്രീവത്സം വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ അർത്തൂട്ടി പാലത്തിന് സമീപത്തെ തോട്ടിൽ ഉപേക്ഷിക്കുന്നു. 3 മണിക്ക് ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിലെത്തുന്നു. 5 മണിയോടെ ലോഡ്ജ് മുറി ഒഴിഞ്ഞു. ബസ്സിൽ യാത്ര തുടരുന്നു. രാവിലെ 8 മണിയോടെ ശ്രീവത്സത്തിലെ വീട്ടുജോലിക്കാരി രേവമ്മ മൃതദേഹങ്ങൾ കാണുന്നു. കൊലപാതക വിവരം പുറത്തുവരുന്നു. 8:30 പോലീസ് സ്ഥലത്തെത്തി. ഉച്ചകഴിഞ്ഞ് 2:30 അമിത് പെരുമ്പാവൂരിലെത്തിയെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇവിടെ പോലീസ് പരിശോധന ആരംഭിക്കുന്നു. 3:20 പരിശോധനകൾക്കും ഇൻക്വസ്റ്റിനും ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ട് 6:30 അമിത് തൃശൂർ ഭാഗത്തേക്ക് കടന്നതായി സൂചന ലഭിക്കുന്നു. കോട്ടയത്ത് നിന്ന് പോലീസ് തൃശൂരിലേക്ക്. രാത്രി 8 മണിയോടെ അമിത് സഹോദരൻ ഗുണ്ടുവിനൊപ്പം തൃശൂർ മാളയ്ക്ക് സമീപം അന്നമനട ആലത്തൂരിലെ തൊഴിലാളി ക്യാമ്പിൽ എത്തുന്നു. 11:30 അമിത് തൃശൂർ മാളയ്ക്ക് സമീപം അന്നമനട ആലത്തൂരിലുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ മാള പോലീസിന്റെ സഹായത്തോടെ കോട്ടയം ജില്ലാ പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് തൊഴിലാളി ക്യാമ്പ് വളയുന്നു. 3:30 അമിതിനെയും സഹോദരനെയും മറ്റു 2 പേരെയും കസ്റ്റഡിയിലെടുക്കുന്നു. രാവിലെ 9:30 അമിതുമായി പോലീസ് കോട്ടയത്തേക്ക്. ഉച്ചയ്ക്ക് 1:30 കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അമിതിനെ എത്തിച്ച് ചോദ്യം ചെയ്തു. 3:30 ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി.
4:30 കൊലപാതകം നടന്ന വീടിന് സമീപത്ത് പ്രതിയുമായി പരിശോധന. DVRും ഫോണും വലിച്ചെറിഞ്ഞ തോടുകളിൽ പരിശോധന. തെളിവുകൾ കണ്ടെടുക്കുന്നു. 6:45 വീട്ടിൽ തെളിവെടുപ്പ് നടത്തി വെസ്റ്റ് സ്റ്റേഷനിലേക്ക് മടക്കം. അമിതിനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയിരുന്നു. പ്രതിയെ ഉച്ചയ്ക്ക് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനിടെ നാട്ടുകാരിൽ ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് പോലീസ് തടഞ്ഞു. തൃശൂരിൽ നിന്ന് മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു പ്രതിയെ എത്തിച്ചത്. ഇതിനിടെ നാട്ടുകാർ പ്രതികരണമായി രംഗത്ത് വന്നിരുന്നു. തീർച്ചയായും ഇത്തരത്തിൽ പല ഭീഷണികളുമുള്ള സമയത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കൃത്യമായി ഇവർ ഉപയോഗിക്കണമായിരുന്നു. കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയുമുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി മാത്രമാണ് ആ സെക്യൂരിറ്റിയായി അവിടെ ഉണ്ടായിരുന്നത്. ഇത് ഒരു കൊലപാതകത്തിന് വളരെ എളുപ്പമായി എന്നും ഈ നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്. അമിത് തന്നെയാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രതികളില്ല. പെൺസുഹൃത്ത് ഉപേക്ഷിച്ചു പോയതിന്റെ പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. അമിത് 3 വർഷം വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്നു. ഇതിനിടെ വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിക്കുന്നു. വൻതുക സാമ്പത്തിക തട്ടിപ്പ് നടത്തി. കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് ഇയാൾ സെപ്റ്റംബറിൽ അറസ്റ്റിലാവുകയായിരുന്നു. ഏപ്രിൽ ആദ്യവാരമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. പോലീസ് കേസിനെ തുടർന്ന് ആസം സ്വദേശിയായ പെൺസുഹൃത്ത് അമിതുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ കാമുകി തന്നെ ഉപേക്ഷിച്ചുവെന്ന് തിരിച്ചറിഞ്ഞതാണ് അമിതിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ വിജയകുമാറിനെയും ഭാര്യയും കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അമിത് മൊഴി നൽകി. വീടിനുള്ളിൽ കയറിയ അക്രമി 2 മുറികളിൽ കിടന്നുറങ്ങുകയായിരുന്ന വിജയകുമാറിനെയും മീരയും കോടാലി കൊണ്ട് മുഖത്തുൾപ്പെടെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരുടെയും വസ്ത്രങ്ങൾ വലിച്ചു കീറാനും ശ്രമിച്ചു. തലയിൽ ആഴത്തിലേറ്റ മുറിവിൽ നിന്നുള്ള രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായതോടെ 5.5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. ഈ സമയത്ത് ഗർഭിണിയായിരുന്ന ഭാര്യ പ്രതിയിൽ നിന്നും അകന്നു. എന്നാൽ പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെടുകയായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇയാൾ കുഞ്ഞിനെ നഷ്ടമായ വിവരം അറിയുന്നത്. ഇതോടെ താൻ കുടുംബവുമായി അകന്നുവെന്നും പക മൂർച്ഛിച്ച് കൊലപാതകം നടത്തിയെന്നും അമിത് പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ തൃശൂർ മാളയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴി ഫാമിൽ നിന്നാണ് പോലീസ് അമിതിനെ പിടികൂടിയത്. പ്രതിയുമായി തിരുവാതുക്കലിലെ വിജയകുമാറിന്റെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. വിജയകുമാറിനോടുള്ള വലിയ പക അമിത് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ ആരോ അമിതിനെ ഉപയോഗിക്കാനും സാധ്യതയേറെയെന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. വിജയകുമാറിനെ മീരയുടെ 3 ഫോണുകളിൽ ഒന്നാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റു 2 ഫോണുകൾ കിട്ടിയിരുന്നില്ല. മകൻ ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടെന്ന് കരുതുന്നവർ ഏറെയാണ്. വിലപിടിപ്പുള്ള പലതും ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അമിത് കൊല നടത്തിയ ശേഷം കൊണ്ടുപോയത് ആ 3 ഫോണുകൾ മാത്രമാണെന്നതും ശ്രദ്ധേയമാണ്. വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണിപ്പോഴും. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേൾവി പരിധിയുള്ള തോട്ടക്കാരൻ ബോണ്ട്രാജ് ഔട്ട് ഹൌസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് ഒറാങ് 3 വർഷത്തോളമാണ് സെക്യൂരിറ്റിയെ ജോലി ചെയ്തിരുന്നത്. ഇടയ്ക്ക് വീട്ടിലും ജോലിക്കായി എത്തി. ഇതേ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതിയെയും വിജയകുമാറിന്റെ വീട്ടിലേക്ക് ജോലിക്കായി കൊണ്ടുവന്നു. അമിതും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യ ആയിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനിടെ മോഷണക്കേസിൽ പ്രതിയായി 5 മാസമാണ് ഇയാൾ ജയിലിൽ കിടന്നത്. ഈ സമയം യുവതി അമിതിനെ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നാലെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കുഞ്ഞിനെ നഷ്ടമായ കാര്യം അമിത് അറിയുന്നത്. ഇതോടെ വിജയകുമാറിനെ ഏത് വിധേനയും കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യം മാത്രമായിരുന്നു പ്രതിക്ക് ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.